ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. DMEയുടെ ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. അന്വേഷിക്കട്ടെ. നമുക്ക് അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ യൂറോളജിയുടെ മെയിലെ കണക്ക് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ എനിക്ക് നൽകിയ കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് 312 ശസ്ത്രക്രിയകൾ നടന്നു എന്നുള്ളത് അതൊരു ചെറിയ നമ്പറല്ല. അതോടൊപ്പം ഇന്നലെ ഒരു 4ാമത്തെ ശസ്ത്രക്രിയ നടക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ പ്രോബിന് ഒരു വിഷയമുണ്ടായി, അത് നടക്കാതെ പോയത്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളുകളും പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയട്ടെ, 2021 സൗജന്യ ചികിത്സയ്ക്ക് ക്ലെയിം സംസ്ഥാനത്തുണ്ടായിരുന്നത് 2.5 ലക്ഷമാണ്. നമ്മൾ സംസ്ഥാന സർക്കാർ കൊടുത്തത്. 2024 സൗജന്യ ചികിത്സയുടെ ക്ലെയിം 6.5 ലക്ഷമാണ്. അതായത് ഒരു 3 ഇരട്ടിയോളം വർധനവ് ചികിത്സയിൽ സർക്കാർ ആശുപത്രികളിൽ, കൂടുതലായിട്ട് സർക്കാർ ആശുപത്രികൾ ആണല്ലോ. ഇപ്പോൾ ഈ എംപാനൽഡ് ആശുപത്രി, സ്വകാര്യ ആശുപത്രിയെ സർക്കാർ ആശുപത്രിയിലും നമ്മൾ കൊടുക്കുന്ന പണം, സൗജന്യ ചികിത്സയ്ക്ക് കൊടുക്കുന്ന പണം നോക്കുമ്പോൾ അതിൻ്റെ മേജർ പോർഷൻ വരുന്നത് സർക്കാർ ആശുപത്രികളിലാണ്. അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ഗണ്യമായിട്ട് നമ്പർ ഓഫ് കേസസ്, അതുപോലെ ട്രീറ്റ്മെൻറ്റ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് സ്റ്റേറ്റ് മാത്രമല്ല, അപ്പം കേന്ദ്രം 10% താഴെ മാത്രമേ സൗജന്യ ചികിത്സ നൽകുന്നുള്ളൂ എങ്കിൽ പോലും അവരുടെ സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്നത്, ഓരോ സിംഗിൾ കേസും. അപ്പോൾ അതിൽ ഗണ്യമായ വർധനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വിഷയം എന്താണ് എന്നുള്ളത് സമഗ്രമായിട്ട് അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഫണ്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി. ഉപകരണങ്ങൾ ഞാനൊന്ന് തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മാധ്യമപ്രവർത്തകരായ നിങ്ങളെയും കൂടി മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ 700-ലധികം കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ച മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. പുതിയ MRI, പുതിയ CT സ്കാൻ, പുതിയ സംവിധാനങ്ങൾ, യൂറോളജിയിൽ ഗണ്യമായിട്ടുള്ള ഒരു ഭാഗം ഈ കിഫ്ബിയിലൂടെ അനുവദിച്ച എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ട് അനുവദിച്ചതിൽ യൂറോളജി ഡിപ്പാർട്ട്മെന്റിനും അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും. ഞാനൊന്ന് വരട്ടെ തിരുവനന്തപുരത്ത്, നമുക്കൊന്ന് പോയി നോക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുതിയ എക്യുപ്മെന്റ്സ് ഉണ്ടോ, പുതിയ സംവിധാനങ്ങളുണ്ടോ? ഈ കാലഘട്ടത്തിലാണ് അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ ICMR ഒരു മോഡലായിട്ട് എടുത്തത്. ഒരു മോഡലായിട്ട് എടുത്തുകൊണ്ട് ആ ICMR സപ്പോർട്ട് നമുക്ക് നൽകിയത്. ഈ കാലഘട്ടത്തിലാണ് അവിടുത്തെ ന്യൂറോളജി സെന്ററിനെ സ്ട്രോക്ക് സെന്ററായിട്ട്, കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് യൂണിറ്റ് ആയിട്ട് ICMRും അംഗീകരിച്ചു. ICMRന്റെ ഡേറ്റ രജിസ്ട്രി അവിടെയുണ്ട്. അപ്പോൾ ആ നിലയിലായത്. ഈ കാലഘട്ടത്തിലാണ് SIT അപൂർവ രോഗ ചികിത്സയിൽ രാജ്യത്ത് 10 ആശുപത്രികളിൽ തിരഞ്ഞെടുത്തതിൽ ഒരു ആശുപത്രി SIT ആയത്. ഞാൻ തിരുവനന്തപുരത്തിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണല്ലോ. അതുകൊണ്ടാണ് സർക്കാർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 2.5 ലക്ഷം ചികിത്സാ ക്ലെയിമിൽ നിന്ന് ഒരു 6.5 ലക്ഷം ക്ലെയിം എന്ന് പറയുമ്പോൾ 1600 കോടി രൂപയാണ് ഒരു വർഷം സൗജന്യ ചികിത്സയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത്. മരുന്നുകളുടെ കാര്യത്തിലും ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും പക്ഷേ ഈ ഉന്നയിക്കപ്പെട്ട ഈ ഒരു വിഷയം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കട്ടെ. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞ ഡേറ്റ മാത്രമാണ്, ഡേറ്റയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളതൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാമല്ലോ. DMO പറഞ്ഞത് നടപടി ഉണ്ടാകും, വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, വിശദീകരണം പ്രോപ്പർ അല്ലെങ്കിൽ നടപടി ഉണ്ടാകും എന്നുള്ള പ്രതികരണമാണ് DMO നടത്തിയത്. DMO അല്ല, DME, ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ എന്താണെന്നുള്ളത് കാണട്ടെ. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഞാൻ എൻ്റെ മണ്ഡലത്തിലെ പരിപാടികൾക്ക് ശേഷം എറണാകുളത്തേക്കുള്ള യാത്ര ചെയ്താണ് ഞാനിവിടെ എത്തിയത്. ഈ കാര്യങ്ങൾ എന്താണ്, ഞാൻ പ്രഥമമായി ഇങ്ങനെയൊരു സംഭവം ശ്രദ്ധയിൽപ്പെടുമ്പോൾ എനിക്ക് ലഭിച്ച, ഞാൻ തേടിയ വിവരങ്ങൾ, DMEയോടാണ് ഞാൻ റിപ്പോർട്ട് തേടിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ലഭിച്ച വിവരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു 100 കണക്കിന് രോഗികൾക്ക് ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്, ഞാൻ പറയട്ടെ, അതുകൊണ്ട് അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എത്ര ഷെഡ്യൂൾ ചെയ്തു, എത്ര സർജറി ഷെഡ്യൂൾ ചെയ്തു, എത്ര എണ്ണം നടന്നു, കഴിഞ്ഞ മാസം എത്ര നടന്നു, അതിന് മുമ്പത്തെ മാസം എത്ര നടന്നു, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, എന്തുകൊണ്ട് DME മിനിസ്റ്റർക്ക് ACSന് റിപ്പോർട്ട് ചെയ്തില്ല, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടല്ലോ, അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് നോക്കിയപ്പോൾ അപ്പോഴാണ് DME ഡേറ്റകൾ അയച്ചു തന്നിട്ടുള്ളത്. പക്ഷേ എവിടെയെങ്കിലും ലാപ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കാമല്ലോ. അത് നമുക്ക് നോക്കാം. അത് പരിശോധിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൂടി നോക്കാം. അല്ല, അത് ഡോക്ടറോട് ചോദിക്കണം, എനിക്കറിയില്ല. ഒരു കാര്യം, ഈ പത്തനംതിട്ട മിനിസ്റ്റർ ജില്ലയിലെ ഈ നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജിൽ
ഈ ആംബുലൻസ് ഒരു ഗുഡ്സ് കാരിയറായി ഉപയോഗിക്കുന്നു എന്ന നിലയില്ല, ആംബുലൻസ് രോഗികൾക്ക് വേണ്ടിയാണല്ലോ എന്ന നിലയിൽ പരാതിയുണ്ടോ, ശ്രദ്ധയിലുണ്ടോ? അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അത് അന്വേഷിക്കാം. ആംബുലൻസ് രോഗികൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഒരു കാര്യമുണ്ട്, അത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഇപ്പോൾ കേന്ദ്ര നിയമപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എക്യുപ്മെന്റ്സ് ഇല്ലാത്തതിനാൽ സർജറി മുടങ്ങുന്നുവെന്ന ഡോക്ടറുടെ FB പോസ്റ്റ് വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചത്.